ഇതിനകത്ത് ഇനി ചോദ്യങ്ങളുടെ സെഗ്മെൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ചോദ്യങ്ങളാണ് ഒരു പ്രസൻറ്ററോട് നമുക്ക് ചോദിക്കാനുള്ളത്. ആദ്യമായി മുഹമ്മദ് ഫിറോസിനോട് അദ്ദേഹം സംസാരിച്ച രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരമാണ് ആദ്യം മുഹമ്മദ് ഫിറോസിനോട്. ആർക്കാണ്? ഇവിടെ LDFിൻ്റെ പ്രതിനിധി സംസാരിക്കുമ്പോൾ പറഞ്ഞു RSSൻ്റെ കാവ്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെന്നും. ഈ അടുത്താണ് PM ശ്രീ കരാറിൽ ആരും അറിയാതെ, LDF അറിയാതെ, മന്ത്രിമാരറിയാതെ ചർച്ച നടത്തിയെന്നത് നമ്മളൊക്കെ അറിഞ്ഞത് കൂടെ ഇരിക്കുന്ന CPI ആണ് പുറത്തു വന്ന് പറഞ്ഞത്. ഇപ്പോഴും ആ കരാറിൽ നിന്ന് എന്താണ് ഇവർ മാറ്റം വരുത്തിയത്, എന്ത് നടപടിയാണ് അതിൽ നിന്ന് എടുക്കുന്നുള്ളതെന്ന് മനസ്സിലാക്കിയ വ്യക്തം. ഫിറോസിന് ക്ലിയർ ആണല്ലോ ചോദ്യം അല്ലേ? പറയും. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞ ചില പരാമർശങ്ങളെ സംബന്ധിച്ച് ഒന്ന് പറഞ്ഞു പോകണമെന്ന്. അത് വിഷയമില്ല, ഞാൻ ഇടപെട്ട് ക്ലിയർ ചെയ്താണ്. ഇതിന് മറുപടി പറയും. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, അവിടെ നടന്ന ഭീകരാക്രമണം, അതിൻ്റെ ദൃക്സാക്ഷിയാണ്. ആ മനുഷ്യരെങ്ങനെയാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത്, കാശ്മീരിലെ മുസ്ലിംസ് ആയിട്ടുള്ള മനുഷ്യർ എങ്ങനെയാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത് എന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ അട്ടിപ്പറ അവകാശമൊന്നും ആരും BJPക്ക് തന്നിട്ടില്ല. ഇന്ത്യയെക്കുറിച്ച് പറയാൻ, ഭാരതത്തെക്കുറിച്ച് പറയാൻ 100% പോലും അർഹതയില്ലാത്തവരാണ് രാജ്യത്ത് RSS എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് അറിയും? ഇതുവരെ ഒപ്പുവെക്കാതിരുന്ന 3 സംസ്ഥാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒന്ന് തമിഴ്നാടാണ്, ഒന്ന് കേരളമാണ്, ഒന്ന് ബംഗാളാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് ഒപ്പുവെച്ചത്? കർണാടകയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, ഹിമാചൽ പ്രദേശിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് ഒപ്പുവെച്ചത്. എന്തുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്നുള്ളത് കൊണ്ട് കൃത്യമായി ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പാഠ്യപദ്ധതിയിൽ നിന്ന് മുഗൾ രാജവംശത്തെ ഒഴിവാക്കി. നിങ്ങളെല്ലാവരും കേട്ടതാണ്. മുഗൾ രാജവംശത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ NCERTയുടെ പാഠപുസ്തകത്തിൽ നിന്ന് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം എടുത്തു കളഞ്ഞപ്പോൾ അത് പ്രത്യേക പാഠപുസ്തകമായി അടിച്ചിറക്കി വിദ്യാർത്ഥികൾക്ക് നൽകിയ ഗവൺമെൻറ്റിൻ്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്നാണ്. വേറൊരു സംസ്ഥാനത്തുണ്ടായിട്ടില്ല. ടിപ്പുവിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നില്ല കർണാടകയിൽ. നിങ്ങളൊന്ന് പോയി അന്വേഷിക്കണം. ചോദ്യം ഞാൻ പറയട്ടെ ഇത് പഠിപ്പിക്കുന്നില്ല. PM ശ്രീ പദ്ധതിയിൽ ഗവൺമെൻറ് ഒപ്പുവെക്കാൻ നിർബന്ധിക്കപ്പെട്ട സാഹചര്യം എന്താണ്? നമുക്ക് സർവ്വശിക്ഷ അഭിയാൻ ഫണ്ട് അനുവദിക്കുന്നില്ല. കഴിഞ്ഞ 3 വർഷമായി സർവ്വശിക്ഷ അഭിയാൻ ഫണ്ട് കേന്ദ്രം കേരളത്തിന് ലഭിക്കുന്നില്ല. 18 MP ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ. ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇത് കേരളത്തിന് കൊടുക്കാത്തത്? അവിടെ സമരം നടത്തേണ്ടവർ നിങ്ങളല്ലേ? ഒരു MP പോലും എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നില്ല. എനിക്ക് നേരിട്ട് അറിയുന്നതാണ്. സർവ്വശിക്ഷ അഭിയാൻ്റെ ഫണ്ട് കിട്ടാതിരുന്നാൽ നമ്മുടെ നാട്ടിലെ BRCകൾ, നിങ്ങൾക്കറിയാലോ, വിദ്യാഭ്യാസ വകുപ്പിലെ ഏകോപനത്തിൻ്റെ ചുമതല വഹിക്കുന്ന BRCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ SSA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ, ആ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഒരു MP ഇടപെടാതെ വന്നപ്പോൾ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു. ഒരു കാര്യം കൃത്യമായി പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വർഗീയ അജണ്ടയും ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറപ്പാണ്. ഇടതുപക്ഷത്തിൻ്റെ ആ ഉറപ്പ് പാലിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതൊരു ഉറപ്പ് അല്ലേ? നോക്കാം നമുക്ക്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാദഗതികളാണ് പറഞ്ഞിട്ടുള്ളത്. ഫിറോസിനോട് ഇനി ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കാണ്? ഫിറോസ് അദ്ദേഹത്തോടാണ് ഞാൻ ചോദ്യം. നമ്മളെ മുഖ്യമന്ത്രി ഇപ്പം അടുത്തിടെ അതിദാരിദ്ര്യമില്ല എന്ന് പ്രഖ്യാപിച്ച് ഒരു വലിയൊരു പരിപാടിയൊക്കെ നടത്തി. അപ്പോൾ ഈ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നത് അന്ത്യോദയ അന്നയോജന എന്ന പദ്ധതിയിലൂടെ അതിദാരിദ്ര്യരായുള്ള ആളുകൾക്ക് ഇപ്പോഴും കേന്ദ്ര സർക്കാർ 35 കിലോ അരി വെച്ച് സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇനി വേണ്ട അരി എന്നുള്ളതാണോ നമ്മുടെ സർക്കാരിൻ്റെ നയം എന്ന് വ്യക്തമാക്കണം. ചോദ്യം ക്ലിയർ അല്ലേ? ചോദ്യം ക്ലിയറാണ്. പക്ഷേ ഇതിന് മറുപടി ഇവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം എന്താണ് അതിദാരിദ്ര്യ പ്രഖ്യാപനം സർക്കാർ നടത്തിയത്? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ BPLകാർ ഇല്ലാതാക്കി എന്നുള്ളതല്ല. അത് കേരളത്തിൽ ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതിയല്ല. ഞാൻ പറയട്ടെ, അന്ത്യോദയ അന്നപൂർണ്ണ പദ്ധതിയുമായി ബന്ധപ്പെട്ടല്ല. നിങ്ങൾ 4 വർഷം എവിടെയായിരുന്നു?
2021 ഗവൺമെൻറ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഞാൻ പറഞ്ഞു 4 ലക്ഷം ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ സർവേ നടത്തിയത്. സർവേയിൽ ഒറ്റ കാര്യമാണ്, ഗവൺമെൻറ് ഏറ്റവും പ്രധാനമായി സർക്കാരിൻ്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ, അത് കണ്ടെത്തലാണ് സർവേ. ആ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 64,006 പേരെ നിങ്ങളുടെ ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് സ്പെഷ്യൽ ഗ്രാമസഭ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ. ആ ഗ്രാമസഭകളിൽ ഈ ലിസ്റ്റ് അവതരിപ്പിച്ച് തൃപ്രങ്കോട് പഞ്ചായത്തിൽ 30 പേരുണ്ട്. ഇത് അന്നപൂർണ അന്നയോജന, അവർക്ക് അരി കിട്ടുന്നുണ്ടേ. ഈ 64,006 പേർക്ക് റേഷൻ കാർഡോ ആധാർ കാർഡോ പോലും ഇല്ലാത്ത ആളുകളാണ്. ആധാർ കാർഡും റേഷൻ കാർഡും ഇല്ലാത്തവർക്ക് നിങ്ങൾ അന്നപൂർണ അന്ത്യോദയ ഉണ്ടോ? അതല്ല ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ, അത് കേരള സർക്കാരിൻ്റെതാണോ ഈ അരി വിതരണം ചെയ്യുന്നത്, അതോ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെതാണോ? കാരണം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും 5 കിലോ അരിയുടെ ആ പേരിൻ്റെ പ്രധാനമന്ത്രി ഗിരി കല്യാൺ യോജന എന്ന പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്തിന് എന്തെങ്കിലും വിഹിതം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അന്ത്യോദയ ഈ സ്കീം ഉണ്ടല്ലോ, ഇപ്പൊ ഈ അരി വിതരണത്തിൽ റേഷൻ വഴി റേഷൻ കടകൾ വീണ്ടും ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം എന്ന് പറയുന്നത് അന്നപൂർണ അന്ത്യോദയ പദ്ധതിയല്ല. കേവലം റേഷൻ വിതരണമല്ല, റേഷൻ അരി വിതരണം മാത്രമല്ല. ഞാൻ പറയട്ടെ, ഞാനൊന്ന് ക്ലിയർ ആക്കട്ടെ. ഞാൻ വീണ്ടും പറഞ്ഞു, അന്നപൂർണ അന്ത്യോദയ അല്ലെങ്കിൽ കേരളത്തിലെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടതേയല്ല ഈ പദ്ധതി. നിങ്ങൾ അത് മനസ്സിലാക്കാതെ പോകുന്നതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ല എന്ന് ഭാവിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ റേഷൻ പോലും ലഭിക്കാത്ത ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ ഈ കാലം വരെ ഒരാളും അഡ്രസ്സ് ചെയ്തിട്ടില്ല. നിങ്ങൾ കാണേണ്ടത് നമ്മുടെ നാട്ടിൽ റേഷൻ കാർഡ് ഇല്ലാത്തവർ, ആധാർ കാർഡ് ഇല്ലാത്തവർ, ഈ നാട്ടിൽ ജീവിക്കുന്നു എന്നതിന് യാതൊരുവിധ രേഖയുമില്ലാത്ത എത്രയോ പേരുണ്ട്. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, അരി മാത്രം കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ 2368 ആളുകൾ, അതായത് ഒരു വീട്ടിൽ 2 പേരുണ്ട്, പ്രായം ചെന്നവരാണ്, രോഗികളാണ്, ഭക്ഷണം പാകം ചെയ്യാൻ നിവൃത്തിയില്ലാത്തവരാണ്. അവർക്ക് അരി കിട്ടിയതുകൊണ്ട് ഭക്ഷണമാകും. ആ ഒരു ആംഗിളിലാണ് അദ്ദേഹം അത് വിഷയം അവതരിപ്പിച്ചത്. കേവലം അരി അല്ലെങ്കിൽ ധാന്യങ്ങൾ ലഭിക്കുന്നതിന് മാത്രമുള്ള ഉപാധിയായിട്ടല്ല ഇതിനെ കണ്ടിട്ടുള്ളത്, മറിച്ച് ദാരിദ്ര്യം എന്ന് പറയുന്നത് പരിസരങ്ങൾ കൂടി, സാഹചര്യങ്ങൾ കൂടി മാറ്റുന്നതാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഫിറോസിനോട് പ്രത്യേകിച്ച് ചോദ്യങ്ങൾ, 2 മുന്നണികളിൽപ്പെട്ട 2 പേരുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഫിറോസിനോട് ചോദിക്കാനുണ്ടെങ്കിൽ അവസരം. ഫിറോസ് മാഷോടാണ് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും വിലക്കയറ്റം, അത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വിലക്കയറ്റം ഉള്ള സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ യുവജന സംഘടനയായ DYFI ഒക്കെ സമരത്തിൽ ഇറങ്ങാറുണ്ട്. പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും, റെയിൽവേ സ്റ്റേഷന് പോയി ട്രെയിൻ തടയും. അങ്ങനെയുള്ള സമരങ്ങളൊന്നും കാണുന്നില്ല. നിത്യോപയോഗ സാധനങ്ങൾക്ക് നിരന്തരം വില കൂടുകയാണ്. അത് ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളാണെങ്കിലും ആ വിഷയത്തിൽ ഒരിക്കലും ഇടപെടുന്നില്ല. പച്ചക്കറിയൊക്കെ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ തക്കാളിക്കൊക്കെ 60 രൂപയാണ്. അരി 12 രൂപയുള്ള അരിക്കുന്ന് 58 രൂപയാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് നിരന്തരം വില കൂടുകയാണ്. ആ വിഷയങ്ങളൊന്നും ചർച്ചയ്ക്ക് വരേണ്ടതാണ്, ആ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. സംസ്ഥാനത്ത് വിലക്കയറ്റമാണ്, കേന്ദ്രത്തിലും വിലക്കയറ്റമാണ്, സംസ്ഥാനത്തും വിലക്കയറ്റമാണ്. പണ്ട് സമരം ചെയ്യുന്ന ഇടതുപക്ഷ യുവജന സംഘടനകൾ ഉൾപ്പെടെ മൗനത്തിലാണ്. അതാണ് മറുപടി. അല്ല, ഇടതുപക്ഷ സംഘടനകൾ സമരം ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കാണാത്തത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം എല്ലാ സമരങ്ങളും എല്ലാവരും ശ്രദ്ധിച്ചോളുന്നില്ല, ഞാൻ അവരെ കുറ്റം പറയല്ല. ഞങ്ങൾ നിരന്തരമായി സമരസംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ തന്നെയാണ്. നിങ്ങൾക്കറിയോ, ഇന്ത്യയിൽ ഏറ്റവും അരിയുടെ വില ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് ഏതാണെന്നറിയോ? ഇന്ത്യയിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അരിയുടെ വില കുറവുള്ള സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം അല്ലല്ലോ. തമിഴ്നാട്ടിനേക്കാൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അരി കൊണ്ടുവരുന്ന ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെക്കാൾ മാർക്കറ്റ് വിലയിൽ കേരളത്തിലാണ് ഏറ്റവും കുറവ് അരി വില. ഈ പറയുന്ന ആളുകൾക്ക് ഒരു പ്രയാസവും വേണ്ട. 25 കിലോ അരി 25 ഉറുപ്പ്യക്ക് മാവേലി സ്റ്റോറിൽ കൂടെ കൊടുക്കുന്നുണ്ട്. മാസത്തിൽ 2 തവണയായി കൊടുക്കുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേർ പോയി വാങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല അരിയാണ് കിട്ടുന്നത്.
25 കിലോ അരി ഞാൻ പറയട്ടെ, ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളുകളാണ്. 5 കിലോ എന്നല്ല, നിങ്ങൾക്ക് മാസത്തിൽ 2 തവണയായിട്ടാണ് റേഷൻ കിട്ടുക. ഇത് വാങ്ങുന്ന ആളുകളുണ്ട്. നിങ്ങൾ റേഷൻ കട, നിങ്ങൾ മാവേലി സ്റ്റോറിൻ്റെ മുന്നിൽ പോയിട്ട് അവിടെ ഒരു പരസ്യം കാണാം. നിങ്ങൾക്ക് 1000 രൂപയുടെ സാധനം വാങ്ങി 5 റുപ്യക്ക് 1 കിലോ പഞ്ചസാര കിട്ടുന്ന സ്റ്റേറ്റാണ് ഇപ്പോൾ കേരളം. അത് സപ്ലൈകോയുടെ 50ാം വാർഷികത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത് മാവേലി സ്റ്റോറുകൾ സജീവമാണ്. മാവേലി സ്റ്റോറുകളിൽ കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ കൊടുക്കുന്ന സംവിധാനം കഴിഞ്ഞ 10 വർഷമായി സജീവമായി കേരളത്തിൽ നിൽക്കുന്നു. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ എങ്ങനെയാണ് ഇടപെടുക? പൊതു മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ടാണ്. അതാണ് സപ്ലൈകോ, റേഷൻ സംവിധാനങ്ങൾ ഉൾപ്പെടെ അത് ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്ന ഒരു സ്റ്റേറ്റല്ലേ കേരളം. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ മാവേലി സ്റ്റോറുകളിലൂടെ കുറഞ്ഞ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാണ്. അത് ഏറ്റവും കൃത്യമായി നടപ്പിലാവുന്നുണ്ട്. പിന്നെ പറഞ്ഞു തക്കാളിയുടെ ഇപ്പോഴത്തെ വില, ഇപ്പോഴത്തെ ഒരു സീസൺ നമുക്കറിയാം, ഇത് നോർമലി ഉണ്ടാകുന്ന വർധനവല്ല. ശബരിമല സീസണിൽ നമ്മുടെ നാട്ടിൽ പച്ചക്കറിയുടെ ഉപയോഗം കൂടും, സ്വാഭാവികമായും അതിൻ്റെ വിലയും ഉണ്ടാവും. അത് ഈ സീസൺ കഴിഞ്ഞാൽ കുറയും ചെയ്യും. അപ്പോഴൊരു യാഥാർത്ഥ്യമുള്ളത്, നമ്മൾ ഇടനിലക്കാരാണ് വില കൂട്ടുന്നത്. ഓരോ സീസണിലും ഉൽപാദനത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചിട്ടോ ലഭ്യത വർധനവിനോ കുറവിനനുസരിച്ചിട്ടോ വിലയിൽ വ്യതിയാനം വരാം. പക്ഷേ സ്വാഭാവികമായിട്ടും ശബരിമല സീസൺ വരുമ്പോൾ തക്കാളിക്ക് വില കൂടുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കേണ്ട കാര്യമല്ല. എന്തായാലും ഫിറോസ് പറഞ്ഞത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പൊതു മാർക്കറ്റിനകത്ത് സംസ്ഥാന സർക്കാർ നന്നായി ഇടപെടുന്നുണ്ട് എന്നാണ്. സ്വാഭാവികമായിട്ടും ഫിറോസിനുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്ന് കരുതുന്നു. അടുത്തായിട്ട് UDF-ൻ്റെ പ്രതിനിധി PK കമറു മാസ്റ്ററാണ്. മാഷോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. അദ്ദേഹം കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിച്ചിട്ടുണ്ട്. കമറു മാഷോടുള്ള ചോദ്യങ്ങൾ. UDF-ൻ്റെ പ്രതിനിധിയോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഇപ്പോൾ വർഗീയതയെക്കുറിച്ച് അതിശക്തമായി പറയുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു കാലത്ത് വോട്ട് ചെയ്താൽ ഷിർക്കാകും അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അവരുടെ നിലപാട്. ഇതിന് മുൻകാലങ്ങളിൽ 7 തവണ LDF-ന് നിരുപാധികം പിന്തുണ കൊടുത്തപ്പോൾ അതിൽ നിന്ന് എന്ത് നിലപാട് മാറ്റമാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്? മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നമ്മൾ സാമ്പാർ മുന്നണി എന്നൊക്കെ പറയുന്ന വിധം പല ഘട്ടങ്ങളിലായിട്ട് കേരളത്തിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ പിന്തുണ വാങ്ങുമ്പോൾ അവർ മതേതരവാദികളാകുന്നു. UDF-ന് പിന്തുണ തരുന്ന സമയത്ത് അവർ വർഗീയവാദികളാകുന്നു. ഈ നയം തിരുത്തേണ്ടത് ചോദ്യകർത്താക്കളാണ്. ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചുള്ള നിലപാടുകൾ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ആ ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ പറഞ്ഞത്. UDF-ന്റെ ഘടകകക്ഷിയാണോ അല്ലെങ്കിൽ UDF-ന്റെ ഘടകകക്ഷിയായിട്ടോ? ഒരിക്കലല്ലോ. ജമാഅത്തെ ഇസ്ലാമി UDF-ന്റെ ഘടകകക്ഷിയായിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ. ചില ധാരണകൾ പ്രാദേശിക തലങ്ങളിൽ ഉണ്ടാകുന്നു, അത് സഖ്യമല്ല. അങ്ങനെ ധാരണകൾ PDP ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇടതുപക്ഷം, SDP ആയിട്ട് ഉണ്ടാക്കിയില്ല ഇടതുപക്ഷം. നമുക്ക് ഈ കോട്ടക്കലിനിപ്പുറമുള്ള എടരിക്കോട് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു SDP-കാരനല്ലേ, പ്രസിഡന്റ് ആയിരുന്നു CPM-കാരനായിരുന്നില്ല. അങ്ങനെ കേരളത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുമ്പോൾ ദേശാഭിമാനിയിലൊക്കെ എഡിറ്റോറിയൽ അവരെ പുകഴ്ത്തിയിട്ടും സ്തുതി പാടിയിട്ടൊക്കെ എഴുതിയത് നമ്മൾ വായിച്ചതല്ലേ. അപ്പോൾ UDF-ന് പിന്തുണ തരുമ്പോൾ UDF എന്ന് പറഞ്ഞെങ്കിൽ ഒരു ജനാധിപത്യ പാർട്ടിയാണ്, ഒരു അലയൻസിൽ ഉണ്ടാകുന്ന പാർട്ടിയാണ്. കാരണം അതിൽ ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മറ്റുള്ള കേരള കോൺഗ്രസ് ഉണ്ട്, ജനതാദളിൻ്റെ പാർട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നിലക്ക് അതിനെ ആ രീതിയിലെ കാണേണ്ട കാര്യം. മാറ്റി നിർത്തേണ്ടവരല്ല വെൽഫെയർ പാർട്ടി എന്നാണ് UDF-ന്റെ നിലപാട്. ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന എത്ര വലിയ സംരംഭങ്ങൾ, സംസ്ഥാന പരിപാടികൾ, ജില്ലാതല പരിപാടികൾ, അതിനൊക്കെ ഈ CPM-ന്റെ മന്ത്രിമാർ പോയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടില്ലേ? അതിനേക്കാൾ അപ്പുറം വലിയ സർട്ടിഫിക്കറ്റ് എന്തിനാ? ഓക്കെ, സ്വാഭാവികമായിട്ടും അടുത്തായിട്ട് കമറു മാഷോട് ചോദിക്കാനുള്ള ചോദ്യം ആർക്കാണ്? ഈ കഴിഞ്ഞ 14-ാം തീയതി നമ്മുടെ ബീഹാറിൽ ഇലക്ഷൻ കഴിഞ്ഞു. ആ ബീഹാറിൽ ഇലക്ഷൻ കഴിയുന്നത് വരെയും നമ്മൾ ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞ് ഇവിടെ വോട്ടിനെ കുറിച്ച് ചർച്ച നടന്നതിൻ്റെ പേരിൽ പറയുകയാണ്. ഇവിടെ ജനാധിപത്യപരമായിട്ടാണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതോ ഇടതുപക്ഷത്തിൻ്റെ ഭരണമായതുകൊണ്ട് അത് BJP-ക്കാരെ ഭരണത്തിൽ ഉണ്ടായതിൻ്റെ പേരിലാണ്
അവിടെയൊക്കെ വോട്ട് ചോരി നടന്നത്. ഇവിടെ അങ്ങനെയുള്ളൊരു വോട്ട് ചോരിയുടെ സംവിധാനം ഉണ്ടാവുമോ? രണ്ട് പാർട്ടിക്കും അത് ഉത്തരം പറയാം. അത് പിന്നെ കമർ മാഷോട് ചോദിക്കാം. പിന്നെ ഇവിടുത്തെ പിന്നെ ബീഹാറിലെ മാതിരി ഇവിടെ പരസ്യമായിട്ടില്ല രഹസ്യമായിട്ടുള്ള സഖ്യമാണോ ഇടതുപക്ഷവും UDF എന്ന് വിശദീകരിക്കുന്നതല്ലോ? എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങളൊക്കെ ഒരു മുന്നണിയിലാണ്. ഇവിടെയും അതുപോലെ പരസ്യമായി ഇല്ലാതെ രഹസ്യമായി നിങ്ങൾ ഒളിച്ചുകളി നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഏതാ പഞ്ചായത്ത്? തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്താണ്. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ പ്രധാന മുന്നണികൾ എന്ന് പറയുന്നത് LDFും UDFും ആണ്. ഇപ്പോൾ LDFും UDFും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുമ്പോൾ പിന്നെ എങ്ങനെ ഒരു ധാരണ ഉണ്ടാകുക? അങ്ങനെ ഒരു അന്തർധാര ഒരിക്കലും ഇല്ല. പിന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. കാരണം വോട്ട് ചോരി എന്നുള്ളത് ഇവിടെ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി സത്യസന്ധമായി ഇടപെടുന്നതുകൊണ്ട് അത്ര തന്നെ കാണുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞ ലോകസഭയിൽ നമ്മളെ ഈ തൃശ്ശൂരിൽ ഒരു വീട്ടിൽ 17ഓളം വോട്ടുകൾ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. അപ്പോൾ ചെറിയ തോതിലെങ്കിലും ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്ഥാപനം എന്ന് പറയുന്നത്. അറിയാലോ, എല്ലാ സ്ഥാനാർത്ഥികളും താഴെത്തട്ടിലേക്ക് ഇറങ്ങുന്നു, നിരന്തരമായ ഉദ്യോഗസ്ഥന്മാർക്ക് തിരക്ക്. ഈ തിരക്ക് പിടിച്ച് കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ SIR നടപ്പിലാക്കാനുള്ള ശ്രമം നടന്നത്. ഒരു സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഉദ്യോഗസ്ഥർക്കൊക്കെ എത്രമാത്രം ജോലിഭാരം ഉണ്ടാവും. ആ ജോലിഭാരത്തിനിടയിൽ ഒരു BLO ഇവിടെ ആത്മഹത്യ ചെയ്ത രാജ്യമാണിത്. ഈ സംസ്ഥാനത്താണ് മൊത്തം 14ഓളം BLOമാർ ഇന്ത്യ രാജ്യത്തൊട്ടുക്കും ഇവിടെ ആത്മഹത്യ ചെയ്തു. അത്രമാത്രം ജോലിഭാരം കൊടുക്കുന്നു എല്ലാ ആളുകളും. ഇവിടെ മുസ്ലിം ലീഗ് അതിനെതിരെ സുപ്രീം കോടതി പോയിട്ടുണ്ട്, മറ്റു കക്ഷികൾ പോയിട്ടുണ്ട്, ഗവൺമെൻറ് പോയിട്ടുണ്ട്. അപ്പോഴേക്കെന്ത് ധൃതി പിടിച്ചിട്ട് 4-ാം തീയതി വരെ അതിൻ്റെ എന്യൂമറേഷൻ ഫോറം തിരിച്ചു വാങ്ങാനുള്ള സമയം കൊടുത്തിട്ട് അത് 23-ാം തീയതിക്കകം തിരിച്ചു വാങ്ങണമെന്ന് പറയുന്നില്ല. അതിലൊരു പോയിന്റ് ഞാൻ ചേർക്കാം, ഒരൊറ്റ പോയിന്റ്. തിരിച്ചു വാങ്ങുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? കോടതി ഇത് പരിഗണനയ്ക്കെടുക്കുമ്പോൾ അതിൻ്റെ 90% വർക്ക് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അത് സ്റ്റേ ചെയ്യുകയോ ദിവസം നീട്ടുകയോ ചെയ്യില്ല. അത്രമാത്രം BLOമാരെ സമ്മർദ്ദത്തിലാക്കിയ ഒരു ഗവൺമെൻറ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യങ്ങൾക്കുള്ള സമയമുണ്ട്. നമുക്ക് ഈ വോട്ട് ചോരി എന്നുള്ളത് കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണെന്നും എന്നാൽ ജനങ്ങൾ ജാഗരൂകരാകണമെന്നുമാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു മറുപടി കൃത്യമാണ്. നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കിടക്കേണ്ടിയിരിക്കുന്നു. കമർ മാഷോട് ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. കഴിഞ്ഞ നവംബർ 1 നടന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസും UDFും വിട്ടുനിന്നത് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണം. ദാരിദ്ര്യം പൂർണ്ണമായിട്ടും കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കിയിട്ടില്ല. അതിദാരിദ്ര്യം, അതെ, അബ്സല്യൂട്ട് പൂർ ഫാമിലി എന്നാണ് അതിന് പറയൽ. അബ്സല്യൂട്ട് പൂർ ഫാമിലി ഇപ്പോഴും കേരളത്തിൽ ധാരാളമുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടന മാമാങ്കം നടക്കുന്ന അതേ സമയത്തിന് നമുക്ക് വ്യക്തമല്ലേ, ആ വേദി കണ്ടാൽ തന്നെ അറിയാലോ എത്ര ആളെ ഒരുക്കിയ വേദിയായിരുന്നു, എത്ര പേരാ പങ്കെടുത്തത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അത് പുറത്തു വിട്ടതല്ലേ. മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുമ്പോൾ ആ വേദിയിൽ പോലും വേണ്ട വിധത്തിലുള്ള പങ്കാളിത്തം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതൊരു കാപട്യമാണ് എന്ന് അതിൽ നിന്ന് ബോധ്യമായതുകൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അതിനുശേഷം പല മാധ്യമങ്ങളും പല വീടുകൾ, അതിദരിദ്രരായിട്ട് ആളുകൾ ടാർപോളിനിട്ട് എത്രയോ വീടുകൾ നമ്മൾ അതിനുശേഷം മാധ്യമങ്ങളിലൂടെ വന്നില്ലേ. മാത്രമല്ല അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കപ്പെട്ട കോടികൾ, ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിക്കപ്പെട്ട കോടികൾ അവരുടെ നവോത്ഥാനത്തിന് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. സർക്കാരിൻ്റെ ഫണ്ടല്ല എടുത്തത്. അത് തന്നെ ഒരു കാപട്യമാണ്. തീർച്ചയായും. പിന്നെ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പെട്ടെന്ന് ഓരോ സെഗ്മെന്റുകളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. BJPയുടെ പ്രതിനിധി ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച്, സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായിട്ട് ദേശീയ രാഷ്ട്രീയ രംഗത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി നടപ്പിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് ലഭ്യമാക്കുന്നില്ല എന്നുള്ള പരാതി കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള ചോദ്യത്തിനുള്ള സമയമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ NDA പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, NDA ഗവൺമെൻറ്റിൻ്റെ ഭരണം കിട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് UPA ഭരണകാലത്ത് ഒരു സമരം നടക്കുകയുണ്ടായി. നമ്മുടെ കാളവണ്ടി സമരം, പെട്രോളിന് വില കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ. അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 50 രൂപയ്ക്ക് ഇന്ത്യയിൽ പെട്രോൾ ലഭ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമരം വളരെ കുരുമ്പ് കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്തു, അംഗീകരിച്ചു. ആ സമരം കഴിഞ്ഞു, ഭരണവും മാറി, ഭരണം ഇന്ത്യക്ക് കിട്ടുകയും ചെയ്തു. ഇന്ന് പെട്രോൾ വില എത്രയെന്നും കൂടെ ആ പ്രതിനിധി പറയണം. അതിന് എന്തുകൊണ്ടാണ് അത് 50 രൂപ താഴത്തേക്ക് കൊണ്ടുവരാത്തതും കൂടെ കാരണം കൂടെ പറയണം. ചോദ്യം വ്യക്തമാണല്ലോ. പ്രിയ സുഹൃത്ത് പറഞ്ഞത് വളരെ വ്യക്തമാണ്. പക്ഷേ
ഈ പെട്രോൾ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കുന്ന സാധനമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില നിശ്ചയിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളാണ്. അതിനനുസരിച്ചാണ് നമ്മൾ പെട്രോളിൻ്റെ വില നിയന്ത്രിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ പെട്രോളിൻ്റെ GST അത് കേന്ദ്ര സർക്കാർ 28 രൂപ കുറച്ചപ്പോൾ ഇവിടെ ഈ നമ്മുടെ കേരള സർക്കാർ അത് കുറയ്ക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ പെട്രോളിന് വില കൂടാൻ കാരണം. 28 രൂപ GST കുറച്ചു എന്നൊക്കെ പച്ചക്കള്ളം ഒരു സഭയിൽ വന്ന് പറയരുത്. ഒരു സഭയിൽ വന്ന് പറയരുത്. എന്ത് വിഡ്ഢിത്തരവും പറയരുത്. നമ്മുടെ രാജ്യത്ത് പെട്രോൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതല്ല. ശരി, ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. പെട്രോൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ല എന്നുള്ളത് ശരി. പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ നിങ്ങൾ നോക്ക്, 106 രൂപയുടെ പെട്രോളിൽ മഹാഭൂരിപക്ഷവും ടാക്സ് ആയിട്ടും സ്പെഷ്യൽ ടാക്സ് ആയിട്ടും കേന്ദ്ര ഗവൺമെന്റ് പിരിക്കുന്ന ഫണ്ടാണ്. അത് മനസ്സിലാക്കാതെ എന്തെങ്കിലും ആരെങ്കിലും അത് വിശ്വസിക്കും. ഒരു മിനിറ്റ് നമ്മുടെ ഉപചോദ്യങ്ങൾ വല്ലാതെ പോലെ തങ്ങൾക്ക് അടിയന്തരമായി പരിഹരിക്കേണ്ട വല്ല ചോദ്യങ്ങളും ചോദിക്കും. അല്ല, ഞാൻ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ പ്രതിനിധി പറഞ്ഞേ പെട്രോൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ ബോധ്യം ഇപ്പോഴാണ് അന്ന് ഉണ്ടായിട്ടില്ലേ? അല്ല, അന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഈ ടാക്സ് 28 രൂപ ടാക്സ് കുറയ്ക്കാനും പറഞ്ഞപ്പോൾ നമ്മുടെ കേരള സർക്കാർ തയ്യാറായില്ല. അതുകൊണ്ടാണ് നമ്മൾ മഹാരാഷ്ട്രയിലും കർണാടകയിലൊക്കെ പോകുമ്പോൾ പെട്രോളിന്റെ വില എത്ര അത് നിങ്ങൾ പരിശോധിക്കണം. അത് പരിശോധിക്കാണ്ട് ഇവിടുത്തെ ടാക്സും അദ്ദേഹത്തിന്റെ നിലപാടാണ് പറയുന്നത്. അത് കേൾക്കൂ ഫിറോസ് പ്ലീസ്. അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നു. നമ്മൾക്കത് പൊരുത്തപ്പെടാം, ചിലപ്പോൾ നമുക്ക് യാഥാർത്ഥ്യങ്ങളല്ല എന്ന് നമുക്ക് തോന്നാം. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്. എന്താണ് ഗണേശൻ പ്രങ്ങോട്ടോട് ചോദിക്കാനുള്ള ചോദ്യം? യുക്രൈൻ സംഘർഷത്തിൻ്റെ മൂലം റഷ്യൻ ഉപരോധത്തിൻ്റെ സാഹചര്യത്തിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് നൽകാൻ പറഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യയിലെ കുത്തക മുതലാളികൾ അത് റഷ്യയിൽ നിന്ന് മേടിച്ച് യൂറോപ്യൻ കൺട്രിയിൽ തന്നെ ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ്റെ ലാബിൽ മറച്ചു വിറ്റ് ആ ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിൻ്റെ അകത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 50 രൂപ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 50 രൂപ ലിറ്ററിന് എന്താ പറയുക പെട്രോൾ തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നിട്ട് അതേതായാലും നടക്കണില്ല. ആ സാഹചര്യം അവിടെ നിൽക്കുന്നതിലും ഇങ്ങനൊരു അവസരം വന്നിട്ട് രാജ്യത്തിനകത്തുള്ള പട്ടിണി പാവങ്ങളെ ഇങ്ങനെ പറ്റിക്കണതിലുള്ള ഇതെന്താണ് റീസൺ അല്ലേ? അതല്ല നിങ്ങളിത് പറയുന്നത്. സുഹൃത്തേ, ഈ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്കൊരു നിലപാടുണ്ട്. ഈ മറച്ച് വിറ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞിട്ടുള്ളത്? മറച്ച് വിറ്റ് എന്നുള്ളത് പത്രമാധ്യമങ്ങൾ, നിങ്ങളുടെ പത്രമാധ്യമങ്ങളാണ് മറച്ച് വിറ്റെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ഇന്ത്യ രാജ്യത്ത് പെട്രോൾ ഉൽപ്പന്നങ്ങൾ വില കുറയ്ക്കുവാൻ വേണ്ടി ഈ രാജ്യം എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ഈ ഇന്ത്യ രാജ്യം ചെയ്യും. അതിന് കഴിവുറ്റ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി രാമദാസ് എന്ന് നമുക്കറിയാം. മനസ്സിലായോ? നമ്മുടെ രാജ്യത്ത് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്ന ഒരു പരിപാടികളും ഈ കേന്ദ്ര സർക്കാർ നടപ്പാക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഈ ഓരോ സംസ്ഥാനങ്ങളും ശ്രമിക്കുന്നത്. ചോദ്യത്തിലേക്ക് നമ്മുടെ ഈ ക്രൂഡ് ഓയിൽ മറിച്ചു വിറ്റോ എന്നുള്ളതാണ് ചോദ്യം. മറിച്ചു വിറ്റിട്ടില്ല. മറിച്ചു വിറ്റെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. റഷ്യന്റെ ലാബിൽ ക്രൂഡ് ഓയിൽ വിറ്റ് പോകാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് നൽകാമെന്നും അത് ഇന്ത്യയിൽ കൊടുന്ന് വിൽക്കാനും ഉള്ള സാഹചര്യം വന്നത്. ഈ സാഹചര്യം മുതലെടുത്ത് ഇന്ത്യയിലെ കുത്തക മുതലാളികൾ റഷ്യയിൽ പോയി ക്രൂഡ് ഓയിൽ വാങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യൻ ലാബിലാണ് വിൽക്കുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, ദേശീയ മാധ്യമങ്ങൾ സൂചിപ്പിച്ച കാര്യമാണ്. ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് കൃത്യമായ ധാരണകളില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം നടക്കാൻ സാധ്യതയില്ല എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഗണേശൻ സാറിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത് ഓരോ വർഷവും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഭരണത്തിലേറിയിട്ട് 11 വർഷത്തോളമായി. നമ്മുടെ തുപ്രങ്കോട് പഞ്ചായത്തിനകത്ത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ എത്ര ജോലി കിട്ടിയ ആൾക്കാരുണ്ട് എന്നൊന്ന് വിശദീകരണം. അതോടൊപ്പം തന്നെ പല കേന്ദ്രത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിരവധി ഒഴിവുകളാണുള്ളത്. കാരണം ലക്ഷക്കണക്കിന് ഒഴിവുകളുണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ. അതിലൊരുപാട് ഭാഗം ഇപ്പോൾ വിറ്റ് തൊലച്ചു. അതോടൊപ്പം തന്നെ BSNLൻ്റെ അവസ്ഥയും അതേപോലെ തന്നെയാണ്. പോസ്റ്റ് ഓഫീസിൻ്റെ അവസ്ഥയും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ
ഈ മറ്റേ നമ്മുടെ ഇന്ത്യൻ എയർവേസ്, അതായത് എയർ ഇന്ത്യ വരെ വിറ്റ് തുലച്ചിരിക്കുകയാണ്. കാരണം ഒരു രാജ്യത്തിന് എയർ സർവീസ് ഇല്ലാത്ത, സ്വന്തമായിട്ട് വിമാനമില്ലാത്ത വളരെ വിരളമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ പേര് വരെ വന്നു. ഇതിനൊക്കെ കാരണം എന്താണെന്ന് വിശദീകരിക്കണം. അതോടൊപ്പം തന്നെ എത്ര തുപ്രങ്കോട് പഞ്ചായത്തിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ എത്ര ജോലി കിട്ടി എന്നുള്ളതും കൂടെ നിങ്ങൾ വിശദീകരിക്കണം. ഒന്ന്, കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തിന് കീഴിലുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആകെ തന്നെ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നു, ഒരു ചോദ്യം. രണ്ടാമത്, ഈ കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായിട്ട് തുപ്രങ്ങോട് പഞ്ചായത്തിൽ എത്ര പേർക്ക് തൊഴിൽ ലഭിച്ചു? ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള മറുപടി ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ ഈ കേരളത്തിലായാലും മറ്റുള്ള സംസ്ഥാനത്തിലായാലും ആയിരക്കണക്കിന് ആളുകളാണ് റെയിൽവേയിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ, ഇഷ്ടംപോലെ തെളിവുകൾ നമുക്ക് നടത്താം. ആയിരക്കണക്കിന് ആളുകൾ ബീഹാറിൽ മാത്രം 13 ലക്ഷം യുവാക്കൾക്കാണ് കേന്ദ്ര സർക്കാർ റെയിൽവേയിൽ ജോലി കൊടുത്തിട്ടുള്ളത്. അതുപോലെ കേരളത്തിൽ എത്ര പേരുണ്ട് നിങ്ങൾ അന്വേഷിക്കുക, എത്ര പേരുണ്ട് അറിയാം? 13,000 പേര് കേരളത്തിൽ നിന്ന് നമ്മുടെ റെയിൽവേയിൽ ജോലിക്കായിട്ട് പ്രവേശിച്ചിട്ടുണ്ട് പുതിയതായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കേരള സർക്കാർ, ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന മുന്നേ 10 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നതാണല്ലോ ഈ നമ്മുടെ സർക്കാർ. ആർക്കാണ് തൊഴിൽ കൊടുത്തുള്ളത്? എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ മറുപടി പറയട്ടെ. നമ്മുടെ സ്വാഭാവികമായിട്ടും എങ്ങനെ എവിടെ 3 ലക്ഷം പേർക്ക് നിങ്ങൾ എവിടെയാണ് ജോലി കൊടുത്തുള്ളത്? നമ്മൾ സ്വയം നിങ്ങൾ ആളുകൾക്ക് കൊടുത്തു. PSC യഥാർത്ഥമാതിരി എഴുതിയിട്ടുള്ള ആളുകളെല്ലാം പുറത്ത് നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ആളുകൾക്ക് നിങ്ങൾ തിരികെ കയറ്റി. നമ്മൾ ഇഷ്ടംപോലെ കണ്ടതാണല്ലോ. സെക്രട്ടറിയേറ്റ് മുന്നിൽ പഠിച്ച യുവതികള് മാസങ്ങളോളം സമരം ചെയ്തത്, മുട്ടിലിഴിഞ്ഞ് നീങ്ങി സമരം ചെയ്തത് നമ്മൾ കണ്ടതാണല്ലോ, ഇഷ്ടംപോലെ കണ്ടതാണല്ലോ. മറുപടി പറയും നിങ്ങൾ. ഒരു മിനിറ്റ്. ഈ താങ്കളുടെ നിലപാട് വിശദീകരിച്ചു. പക്ഷേ ഈ ചോദ്യങ്ങളിൽ കൃത്യമാണ് ഈ തൊഴിലില്ലായ്മ കൂടുന്നു എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സംഭവിക്കുന്നില്ല, റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദഗതി. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. തുപ്രങ്ങോട് പഞ്ചായത്തിൽ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായിട്ട് എത്ര പേർക്ക് ജോലി ലഭിച്ചു എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ഉത്തരം പറയാൻ കഴിയുമോ? തുപ്രങ്ങോട് പഞ്ചായത്തിൽ ഈ ഹനുമാൻകാവ് ഭാഗത്തുനിന്ന് 3 ആളുകൾ ഈ മറ്റേ നമ്മുടെ തപാൽ ഓഫീസിൽ, പോസ്റ്റ് ഓഫീസ് വഴി 6 മാസത്തെ കാലയളവിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. 6 മാസ കാലയളവിൽ കരാർ നിയമനം മതിയല്ലോ. കരാർ നിയമനം പോയിട്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും അത് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. സുഹൃത്തെ, ഒരു വ്യക്തിഗത ആനുകൂല്യങ്ങൾ, വ്യക്തിഗതമായി എത്ര പേർക്ക് ജോലി ലഭിച്ചു എന്ന് ഒരാളോട് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനത്തെ വല്ല പദ്ധതികൾ ഇത്തരത്തിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് വേറെ രീതിയിൽ പരിഗണിക്കാൻ വേണമെങ്കിൽ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന നിലയ്ക്ക് വല്ല പദ്ധതികളും പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക്, 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് തൊഴിൽ വകുപ്പിൽ ഇഷ്ടാനുസരണം ജോലി ഒഴിവുകളാണുള്ളത്. ഇഷ്ടംപോലെ അപേക്ഷകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ജോലിയിലും പല സ്ഥലത്തും പ്രവേശിക്കുന്നുമുണ്ട്. അത് നമ്മൾ അദ്ദേഹത്തിന്റെ വിശദീകരണമാണ്, അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് വിശദീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ പറയട്ടെ. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ നിന്ന് ഓടുന്ന കാര്യങ്ങൾ, ഈ നഷ്ടത്തിൽ നിന്ന് ഓടുന്ന കമ്പനികൾ നമ്മൾ നിലനിർത്തണോ അതോ മറ്റുള്ള ഏജൻസിക്ക് വിൽക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ വരുമാനം നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നത്, ആ വരുമാനം നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത് നഷ്ടത്തിലായതിനാലാണ് എന്നാണ് അദ്ദേഹം BJPയുടെ പ്രതിനിധി പറയുന്നത്. സ്വാഭാവികമായിട്ടും നയപരമായ പ്രശ്നം കൂടിയാണത്. പിന്നെ അദ്ദേഹം വിശദീകരിച്ചത് അങ്ങനെ നഷ്ടത്തിലാണെങ്കിൽ അത് വിറ്റഴിക്കുകയല്ലേ വേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം.